നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം നന്നമുക്കിലുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി MD കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോലളമ്പ് കിഴക്കേ വട്ടപ്പറമ്പിൽ നന്ദന്റെ മകൻ 20 വയസ്സുള്ള നിധിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മൂക്കുതല സ്വദേശി ആദിത്യനെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9:30 നന്നമുക്ക് പൂച്ചപ്പടിയിലാണ് അപകടം. ചങ്ങരംകുളം ഭാഗത്ത് നിന്ന് നന്നമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറിക്ക് പിറകിലായി വന്ന സ്കൂട്ടർ മൺകൂനയിൽ തട്ടി ടോറസ് ലോറിക്ക് അടിയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നിഗമനം. നിധിന്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ പുറകിലെ ടയർ കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് തന്നെ നിധിൻ മരിച്ചു. പഴഞ്ഞി MD കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. കോളേജിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വട്ടംകുളം പഞ്ചായത്തിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. 8 മാസത്തോളം വളർച്ചയും 6 അടിയോളം വലിപ്പവുമുള്ള കഞ്ചാവ് ചെടിയാണ് രഹസ്യവിവരത്തെ തുടർന്നെത്തിയ പൊന്നാനി റേഞ്ച് കുറ്റിപ്പാല എക്സൈസ് സംഘം കണ്ടെത്തിയത്. കഞ്ചാവ് ചെടി വളർത്തിയവരെ കണ്ടെത്തുമെന്നും സ്ഥലത്തെക്കുറിച്ച് മുൻപും പരാതി ഉണ്ടായിരുന്നുവെന്നും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഫുലചന്ദ്രൻ പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ അജു, പ്രമോദ്, ബിനേഷ്, അനൂപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഉള്ളാട്ട് റോഡ് വഴി നേരെ കുളങ്കര പാടത്തേക്കുള്ള ഒഴിഞ്ഞ പുരയിടത്തിൽ വെച്ച് ഒരു 7 മാസം പ്രായമുള്ള ഒരു കഞ്ചാവ് ചെടി കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ ധാരാളം വളർത്തിയെന്നുള്ളതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനി റേഞ്ച് ഇൻസ്പെക്ടർ തുടർ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ചർക്കയുടെ നേതൃത്വത്തിൽ 25 വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നു. ശനിയാഴ്ച പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിതരണോദ്ഘാടനം നിർവഹിക്കുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിലാണ് 25 ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നത്. റിയാസ് മുക്കോളി ചെയർമാനായുള്ള ചർക്കയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനകം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 39 വീൽ ചെയറുകൾ വിതരണം ചെയ്തതായി നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായി സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ സമൂഹത്തിൽ നടത്താൻ ശ്രമിക്കുന്ന 1300ഓളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ്. ആ സംഘടന അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ചർക്കയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ശാരീരിക പ്രയാസം കൊണ്ട് നടക്കാൻ പറ്റാതെ, ജന്മനാ തന്നെ നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള, അതുപോലെ തന്നെ അപകടങ്ങളെ തുടർന്ന് നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള ആളുകൾക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ നൽകുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ചർക്ക പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 39 ഇലക്ട്രിക്കൽ വീൽ ചെയറുകളാണ് ചർക്ക നൽകിയിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ പല ഭാഗത്തും, മലപ്പുറം ജില്ലയിലും പട്ടാമ്പിയിലും ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലും അതുപോലെ എറണാകുളത്ത് ഉൾപ്പെടെ 39 ഇലക്ട്രിക്കൽ വീൽ ചെയറുകളാണ് ഇതിനോടകം നമുക്ക് നൽകാൻ സാധിച്ചത്. പ്രധാനമായും ഈ ചർക്കയിലുള്ള മെമ്പർമാരുടെ ചെറിയ വരിസംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പട്ടാമ്പിയിൽ മാത്രം ലഭിച്ച 40-ലധികം അപേക്ഷകളിൽ നിന്നും തെരഞ്ഞെടുത്ത 25 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീൽ ചെയറുകൾ നൽകുന്നത്. വീൽ ചെയറുകളുടെ വിതരണം ഈ മാസം 12-ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിതരണം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. ചടങ്ങിൽ BK ശ്രീകണ്ഠൻ MP, നജീബ് കാന്തപുരം MLA, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻ MLA CP മുഹമ്മദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, CV ബാലചന്ദ്രൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക ഇടപെടലുകളും ചർക്കയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ റിയാസ് മുക്കോളി, മറ്റു നേതാക്കളായ KR നാരായണസ്വാമി, KP വാപ്പുട്ടി, PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, ഗീതാ മണികണ്ഠൻ, ജിതേഷ് മോടിക്കുന്നം, രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം 49 ഇലക്ട്രിക്കൽ വീൽ ചെയർ അപേക്ഷകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് നേരിട്ട് പാർട്ടി വഴിയും മുന്നണി വഴിയും അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ വഴിയും സംഘടനകൾ വഴിയും ഒക്കെ നവമാധ്യമങ്ങൾ വഴിയൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച അപേക്ഷകളാണ്. അപ്പോൾ 49 അപേക്ഷയിൽ നിന്ന് പരമാവധി നൽകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അതിൽ 25 എണ്ണം ഈ വരുന്ന ശനിയാഴ്ച ഏപ്രിൽ 12 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള ഗ്രൗണ്ടിൽ വെച്ച്, സാധാരണ എക്സിബിഷനൊക്കെ നടക്കാറുള്ള ഗ്രൗണ്ടിൽ വെച്ച്
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അത് ആവശ്യക്കാർക്ക് സമർപ്പിക്കുകയാണ്. 25 പേർക്കാണ് ഈ ശനിയാഴ്ച നൽകുന്നത്. ബാക്കിയുള്ള അപേക്ഷകളിലും അധികം വൈകാതെ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇത്തരം നമുക്കറിയാം, ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയറിനുള്ള വില എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക്കൽ വീൽ ചെയർ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി പട്ടാമ്പി ആമയൂരിൽ വെച്ച് സ്നേഹകാര്യം എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച്, കലാപരിപാടികൾ സംഘടിപ്പിച്ച്, അതിൽ നിന്ന് ലഭിച്ച വരുമാനവും അതുപോലെ തന്നെ ചില വ്യക്തികൾ നൽകിയിട്ടുള്ള സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ ഈ 25 എണ്ണത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി വിഷു റംസാൻ കാർഷിക കാർണിവൽ ഏപ്രിൽ 11, 12, 13 തീയതികളിലായി നാഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഏതൊരു പ്രോഗ്രാമും നട്ടുപോവുക എന്നല്ലാതെ അതിൻ്റെ ഒരു വിളവെടുപ്പിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അതിലൊരു മാറ്റം വരണം എന്നൊരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ മാത്രമല്ലാതെ നാഗലശ്ശേരി പഞ്ചായത്തിലും അതുപോലെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പച്ചക്കറി കൃഷി ഇറക്കുകയും അതിന്റെ വിളവെടുപ്പ് ഒരു ഉത്സവമായിട്ട് നടത്തണം എന്നുള്ള ചിന്ത വരികയും ഏപ്രിൽ 11 വൈകുന്നേരം 4 മണിക്ക് പഞ്ചവാദ്യം, 4:30 വിളവെടുപ്പുത്സവവും വിപണനാരംഭവും, 5 മണിക്ക് വടക്കേക്കര സംഘം അവതരിപ്പിക്കുന്ന വീരനാട്യം, 5:30 ഫ്യൂഷൻ തിരുവാതിരക്കളി, 6 മണിക്ക് ചവിട്ടുകളി, 6:30 സംഘനൃത്തം, 7 മണിക്ക് ചവിട്ടുകളി, 7:30 വട്ടേനാട് ഗവൺമെന്റ് VHSS തിത്തേരി പാട്ടുസംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നീ പരിപാടികൾ ഉണ്ടായിരിക്കും. 12-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കാർഷിക സെമിനാർ, 4-ന് ഭരതനാട്യം, 4:30 വീരനാട്യം, 5-ന് സംഘഗാനം, 5:30 വട്ടക്കളി, 6 മണിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ പരദൂർ HSSലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, 6:30 വട്ടക്കളി, 7 മണിക്ക് സംഘഗാനം, 7:30 സിനിമാറ്റിക് ഡാൻസ്, 8 മണിക്ക് വട്ടേനാട് കളിക്കൂട്ടം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അരങ്ങേറിയ നൂല് എന്ന നാടകവും ഉണ്ടായിരിക്കും. 13-ന് കാർഷിക മേളയുടെ സമാപനത്തോടനുബന്ധിച്ച് വൈകുന്നേരം 4 മണിക്ക് കൂറ്റനാട് സെന്റർ മുതൽ വാഴക്കാട് പാടശേഖരം വരെ വർണ്ണാഭമായ ഘോഷയാത്ര അണിനിരക്കും. ശ്രീലയം മുതുതല വനിതാ സംഘത്തിന്റെ പഞ്ചാരിമേളം, തിറ എന്നിവയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ പെരിങ്ങോട് HSSലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മദ്ദളകേളിയും ഉണ്ടായിരിക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന അധ്യക്ഷയാകും. മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സംസ്ഥാന സ്കൂൾ ശാസ്ത്ര കലാകായിക മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. 7:30 പുനർജനി ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉണ്ടായിരിക്കും. സ്വാഗത സംഘം വൈസ് ചെയർമാൻ PR കുഞ്ഞുണ്ണി, കൺവീനറും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായ K മാരിയത്ത് കിബിത്തിയ, ചാലുശ്ശേരി കൃഷി ഓഫീസർ R സുദർശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു വൻ ജനാവലിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. തൃത്താലയെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമാണ്. തൃത്താല നിയോജക മണ്ഡലം MLA വന്നതിന് ശേഷം തൃത്താലയുടെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സുസ്ഥിര തൃത്താല എന്ന പദ്ധതി തൃത്താലയിൽ നടപ്പാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കാർഷിക മേഖലയിലെ വലിയൊരു ഇടപെടൽ ഈ രംഗത്ത് കഴിഞ്ഞ 4 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ വരവൂർ വേട്ടാണി കയറ്റത്തിൽ കാർ കാട്ടുപന്നിക്കൂട്ടത്തെ ഇടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 7:30 അപകടം. എറണാകുളത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടുപന്നിക്കൂട്ടം റോഡിനു കുറുകെ ഓടുന്നതിനിടെ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ചരിത്രപ്രസിദ്ധമായ തളി ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടന്ന കൊടിയേറ്റത്തിന് ക്ഷേത്രം തന്ത്രി ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. രാധാകൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഏപ്രിൽ 14 വിഷുദിവസം രാവിലെ ആറാട്ടോടുകൂടി സമാപനം കുറിക്കും. തൃത്താല ആനക്കരയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് സൂര്യാഘാതമേറ്റു. ആനക്കര സ്വദേശി ബിനീഷിനാണ് സൂര്യാഘാതമേറ്റത്. ഉച്ചസമയത്തെ കനത്ത ചൂടിൽ കരിങ്കല്ല് പടവ് ജോലികൾ ചെയ്യുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് നെഞ്ചിലും കഴുത്തിലും പൊള്ളലേറ്റതായി കാണുന്നത്. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് ബിനീഷിന് ചികിത്സ നൽകി. പൊള്ളലേറ്റ ഭാഗത്തെ തൊലി അടർന്നു മാറിയ നിലയിലാണ്. നിരവധി വർഷങ്ങളായി കരിങ്കല്ല് പടവ് ജോലി ചെയ്തു വരുന്ന ആളാണ് ബിനീഷ്. ആദ്യമായാണ് ഇത്തരത്തിൽ സൂര്യാതപം ഏറ്റതെന്ന് ബിനീഷ് പറഞ്ഞു.
ചികിത്സയുടെ ഭാഗമായി വിശ്രമത്തിലാണ് ബിനീഷ്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി നഗരസഭയിൽ വയോജനങ്ങൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് SC ജനറൽ വിഭാഗങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടിൽ വിതരണമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ SC ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആണ് നമ്മൾ ഇന്ന് വിതരണം നടത്തിയത്. അത് ജനറൽ വിഭാഗത്തിൽ ഇപ്രാവശ്യം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് പരിഗണിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഫണ്ടിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോ വാർഡിൽ നിന്നും 2 പേരെ വെച്ചും കൊണ്ട് ജനറൽ ആളുകൾക്കും കൂടി ഇപ്രാവശ്യം കട്ടിൽ വിതരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SC വിഭാഗത്തിൽപ്പെട്ട അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്ക് നമ്മൾ ഇപ്രാവശ്യം കട്ടിൽ വിതരണം നടത്തുന്നുണ്ട്. 4,50,000 രൂപ വെച്ചുകൊണ്ട് SC ആളുകൾക്കും അതുപോലെ തന്നെ 3,30,000 ഫണ്ട് വെച്ചും കൊണ്ട് ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്കുമാണ് ഇപ്രാവശ്യം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കട്ടിൽ വിതരണം നടത്തിയിട്ടുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ N രാജൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ BP വിജയകുമാർ, PK കവിത, P ആനന്ദവല്ലി, കൗൺസിലർമാരായ C സംഗീത, A സുരേഷ്, KC ദീപ, M ശ്രീനിവാസൻ, KD ഹമീദ്, സജ്ന ഫൈസൽ, KP മഹേഷ്, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് KM ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. കൂറ്റനാട് എളവാതുക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവന സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി വിഷു ഭാഗ്യവർഷം 2025 സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഏപ്രിൽ 14 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷു ഭാഗ്യവർഷം 2025 എന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഈ വരുന്ന തിങ്കളാഴ്ച വിഷു ദിനത്തിൽ ഏപ്രിൽ 14 തീയതി കാലത്ത് 11 മണിക്ക് കൂറ്റനാട് എളവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് നടത്തുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ 5 ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് ഞങ്ങൾ അതിൽ കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 1 സമ്മാനമായിട്ടുള്ള ബുള്ളറ്റ്, 2 സമ്മാനമായിട്ടുള്ള ആക്റ്റീവ, 3 സമ്മാനമായിട്ടുള്ള ഒരു കോൺസോളിന് 2 വർഷമായി സാമൂഹ്യ സേവന ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ. നാട്ടിൽ ചെറിയ പരിപാടികൾക്ക് വേണ്ട മേശ, കസേര, ടാർപ്പായ മുതലായവ സൗജന്യമായി സംഘടന നൽകി വരുന്നുണ്ട്. കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അംഗങ്ങൾ വിവിധ ഉത്സവപ്പറമ്പുകളിൽ തട്ടുകടകൾ നടത്തി ലാഭവിഹിതം സംഘടനയ്ക്ക് വേണ്ടി സമ്മാനിച്ചിരുന്നു. അതിനുശേഷമാണ് 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് 200 രൂപയുടെ സമ്മാന കൂപ്പൺ വിറ്റൊഴിക്കുന്നത്. 1ാം സമ്മാനമായി റോയൽ എൻഫീൽഡ് ബുള്ളറ്റും, 2ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടറും, 3ാം സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും, 4ാം സമ്മാനമായി 5 പേർക്ക് സോഫ സെറ്റും, 5ാം സമ്മാനമായി 50 പേർക്ക് ഇലക്ട്രിക് കെറ്റിലും കൊടുക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 14 വിഷുദിനത്തിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ ദൃശ്യമാകുന്ന രീതിയിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ പ്രസിഡന്റ് PV മൂസ, സെക്രട്ടറി ഷിനിൽ ജേക്കബ്, ട്രഷറർ C വിശ്വനാഥൻ, വൈസ് പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ ഫണ്ട് കൊണ്ട് ഞങ്ങൾ കുറച്ച് കസാല, ടാർപ്പായ, കുറച്ച് ടേബിള്, ഒരു ടീ കെറ്റിൽ ഇത് വാങ്ങിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള ചെറിയ പരിപാടികൾക്ക് ഞങ്ങൾ സൗജന്യമായത് വാടകയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ 2ാമത്തെ ഈ വിഷു ഭാഗ്യ വർഷ സമ്മാന പദ്ധതി.
പള്ളിപ്പുറം CELP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ വെള്ളിയാഴ്ച ആരംഭിക്കും. 2 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിപ്പുറം CELP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് സമാപനം കുറിക്കുന്നത്. സമാപന പരിപാടികൾ നാളെ ആരംഭിക്കും. ഒരു വർഷം നീണ്ടുനിന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ 100ാം വാർഷികം കൊണ്ടാടി വരുന്നത്. സംഗമനീയം എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം വിവിധ കലാപരിപാടികളോടെ സമാപന പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് തൃശൂർ ജനനയനയുടെ നാടൻപാട്ട്, നാടൻ കലകളുടെ ദൃശ്യാവിഷ്കാരം എന്നിവയും അരങ്ങേറും. 12 വൈകുന്നേരം 5 മണി മുതൽ അംഗൻവാടി കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികളും നടക്കും. വൈകിട്ട് 6-ന് മന്ത്രി MP രാജേഷ് സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 11, 12 തീയതികളിലായിട്ട് സമാപന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് പ്രശസ്ത കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരന്മാർ, നാടൻ പാട്ടുകളുടെ അതുപോലെ തന്നെ കലാരൂപങ്ങളുടെയും അവതരണം ഉൾപ്പെടുന്ന ജനനയന തൃശ്ശൂർ അവതരിപ്പിക്കുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു മെഗാ പ്രോഗ്രാമാണ് നാടൻ പാട്ടുകളുടെ അവതരണം നാളെ വൈകുന്നേരം നടക്കുന്നുണ്ട്. അതിന് 6 മണിക്ക് ആണ് ആ പരിപാടി നടക്കുന്നത്. 5 മണി മുതൽ ഒരു അരമുക്കാൽ മണിക്കൂർ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ 5 മണി മുതൽ ഈ പ്രോഗ്രാം നടക്കും. ഈ പരിപാടിയുടെ സമാപന സമ്മേളനം നടക്കുന്നത് മറ്റന്നാളാണ്, 12-ാം തീയതി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ MP രാജേഷ് അവർകളാണ്. അധ്യക്ഷത വഹിക്കുന്ന പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ APM സക്കറിയാണ്. ജനപ്രതിനിധികൾ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം മറ്റന്നാൾ 6 മണിക്കാണ് നടക്കുന്നത്, 12-ാം തീയതി. സ്റ്റാർസിംഗ് ഫ്രെയിം അഗ്നസ് ബിനോയ് വിശിഷ്ടാതിഥിയായിരിക്കും. വിവിധ മത്സരങ്ങളിലെ വിജയികളെയും ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗതം ചെയർമാൻ P സുധീർ, PTA പ്രസിഡന്റ് P ശ്രീജേഷ്, പ്രധാനാധ്യാപിക MR അജിത, TA മുജീബ്, RB സൗമ്യ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മെഡിക്കൽ ചെല്ലുവെഴുത്തച്ഛനാണ് നമ്മുടെ വിദ്യാലയം സ്ഥാപിച്ചത്. 100 വർഷം പിന്നിട്ട വിദ്യാലയത്തിൽ അനേകം പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികൾ ഇതിനോടകം വിദ്യ നേടിക്കഴിഞ്ഞു. നമ്മുടെ ഈ പരിപാടി 100ാം വാർഷികാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകാനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് സംഗമനീയം എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതനുമായ ശ്രീ P.T. രാമൻകുട്ടി മാസ്റ്ററാണ് ഈ പരിപാടിക്ക് സംഗമനീയം എന്ന പേര് നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച ലോഗോകളിൽ ശ്രീ ശരത്ത് എടപ്പലം ഡിസൈൻ ചെയ്ത ലോഗോയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഉദ്ഘാടന പരിപാടിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടി ഇതോടൊപ്പം നടത്തുന്നു. അക്ഷരലോകത്തേക്ക് ആദ്യ ചുവട് എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടുവട്ടം അൽ മദ്രസുത്തുൽ ഗാദ്രിയ ഹയർ സെക്കൻഡറിയിൽ ഫത്ഹെ മുബാറക് സംഘടിപ്പിച്ചു. നടുവട്ടം മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ അസീസിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ വരവൂർ മുഹിയുദ്ദീൻ കുട്ടി സഖാഫി ഉദ്ഘാടനം ചെയ്തു. KK അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടുവട്ടം ആദ്യാക്ഷരം കുറിച്ചു. മഹല്ല് ഖത്തീബ് ഉമർ സഖാഫി കക്കിടിപ്പുറം, അബ്ദുൾ മജീദ് ബാഖവി എന്നിവർ സംസാരിച്ചു. റയീസ് നൂറാനി കട്ടിപ്പാറ, അലി നിസാമി തണ്ണിക്കടവ്, മരക്കാർ മുസ്ലിയാർ, ഉവൈസ് അസ്ഹരി വരവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ സജീവ പ്രവർത്തകനായിരുന്ന പ്രേമചന്ദ്രന്റെ 2ാം ചരമവാർഷികം ആചരിച്ചു. യൂത്ത് ലൈബ്രറി ഹാളിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് A സേതുമാധവൻ അധ്യക്ഷനായി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം MK പ്രദീപ് മുഖ്യാതിഥിയായി. ലൈബ്രറി സെക്രട്ടറി K മണികണ്ഠൻ, P രൂപ, KB ഗംഗാധരൻ, T രാജീവ്, AS അജേഷ് തുടങ്ങിയവർ പ്രേമചന്ദ്രനെ അനുസ്മരിച്ചു. അതല്ല ഈ സമൂഹം ഒരു വ്യക്തിയെ അനുസരിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ നാം വീണ്ടും ഓർക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ള പരിശോധന ഇതിന്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഇന്ന് എങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതനുസരിച്ചാണോ അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്ന് കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ സാർത്ഥകമാകുന്നു എന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ പ്രേമേന്ദ്രനും ക്ലാസ്മേറ്റ്സും പ്രേമേന്ദ്രൻ 3ാം തരത്തിലാണ്
മുമ്പ് 40 സ്കൂൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. 3ാം ക്ലാസ്സിൽ ഇദ്ദേഹം എൻ്റെ ക്ലാസ്സിൽ ചേർന്നപ്പോൾ അന്വേഷിച്ച് പറയുകയും 40 സ്കൂളുകൾ ഇങ്ങോട്ട് പോകുന്നതാണ്. പഴയ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു. ലഹരിക്കെതിരെ BJP പട്ടിത്തറ കക്കാട്രി ഏരിയകൾ സംയുക്തമായി ആലൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മിഥുൻ കൃഷ്ണവംശം അധ്യക്ഷനായി. രാജേഷ് ആലൂർ, മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, രതീഷ് തണ്ണീർക്കോട്, നാരായണൻകുട്ടി, സുധീഷ് കുറുപ്പത്ത്, സജീഷ് പെരുമനൂർ, വിഷ്ണു മലമക്കാവ്, ലിജിത് ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ശ്രീ സതീഷ് കുമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കപ്പൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ K നാരായണൻകുട്ടി, ശ്രീ രതീഷ് തണ്ണീർക്കോട്, ഇവിടെ പട്ടിത്തറ ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ മിഥുൻ, കക്കാട്രി ഏരിയ പ്രസിഡന്റ് ശ്രീ രാജേഷ്, ലിജിത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു, സുധീഷ് കുറുപ്പത്ത് ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തക സഹോദരങ്ങളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആലൂരിലെ ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.